ഓ അല്ല പൊട്ടുന്നല്ലേ അമ്മ. ഏട്ടാ വിക്സ് ഇത്തിരി പുരട്ടി തരട്ടെ. അവന് മൈഗ്രെയിൻ വന്ന എങ്ങനെയാണ് നിനക്ക് അറിഞ്ഞൂടെ? അവനെന്നല്ല ആർക്ക് വന്നാലും സഹിക്കാൻ പറ്റത്തില്ല, അറിയാമോ? അവന്റെ അസുഖത്തിൻ്റെതാ. ഞാൻ എന്ത് ചെയ്യും? ദൈവമേ. ഒരു ചായ എടുത്താലോ? എനിക്ക് വേണ്ട മക്കളെ, ഞാൻ ഇപ്പൊ കുടിച്ചതല്ലേ ഉള്ളൂ. അമ്മയ്ക്കല്ല, ഏട്ടനൊരു ചായ കൊടുത്താലോ? അവനും ഇപ്പോഴും കുടിച്ചതല്ലേ ഉള്ളൂ. ഇനി ഒരു ഇത്തിരി കഴിഞ്ഞു മതി. ഒന്ന് മയങ്ങട്ട്, മയങ്ങി കഴിയുമ്പോൾ ഒന്ന് കുറയുന്നെങ്കിൽ അല്ലേ. ഓ എന്റെ പൊന്നെ, എന്തൊരു ദേഷ്യം അമ്മ ഇത്. ഓ ഇതൊന്നും ഇല്ല, അവന് ദേഷ്യം ഇല്ലെന്ന് പറയാല്ലേ. എന്റെ ഹബീൽദാർക്ക് വരുമായിരുന്നു, അപ്പൊ ഒന്ന് കാണുമായിരുന്നു. പിന്നെ വാളും കുന്തമൊക്കെ ഞാനെടുത്ത് ഒളിച്ചു വയ്ക്കുമായിരുന്നു. എന്റെ കഴുത്തലങ്ങാണ്ട് വെട്ടിത്തന്നാ തീർന്നില്ലേ എന്റെ കഥ. ഞാൻ ഒളിച്ച് പാത്ത് പതുങ്ങി വല്ല മൂലയിലും പോയി കഥ പടച്ചിരിക്കുമായിരുന്നു. അത്രയ്ക്കായിരുന്നു. വന്ന എല്ലാവർക്കും ദേഷ്യം. പിന്നെ സഹിക്കാൻ പറ്റുമോ? മക്കളെ ഇച്ചിരി കുറവുണ്ടോ മക്കളെ? സമ്മതിക്കൂല. അത് പോയിരിക്കും, ഉറങ്ങി കഴിയുമ്പോൾ കസിനെടുത്തന്നെ. ഉറങ്ങാനാണെ കട്ടിലേ കിടന്നുറങ്ങിക്കൂടെ? കളിയോ രാവിലെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങല്ലേ? ഇതൊന്നും നല്ല മടിയന്മാരുടെ ഒരു ശീലമാണ് ഇതൊക്കെ. ഓടൊക്കെ സമയാസമയം മാറ്റണം. നല്ല മഴ പെയ്തപ്പോഴേ എനിക്ക് വന്നു. നമ്മളവിടെ ഒരു രക്ഷയില്ലേട്ടാ. ഇത് ചോർന്ന് കിടക്കണം. നിനക്ക് ഒരു ഉത്തരവാദിത്തമല്ല വന്ന് അളിയോ ഒന്നിങ്ങോട്ട് നോക്കും, ഒരു സന്തോഷം പറയട്ടെ. UP ഇലക്ഷൻ ഇപ്രാവശ്യം ഞങ്ങളുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് മിക്കവാറും ഒരു മാസം അവിടെ പോകേണ്ടി വരും. എല്ലാം എൻ്റെ തലയിലാണെന്നേ. പിന്നെ എന്ത് ചെയ്യാം, നമ്മൾ പാർട്ടി പ്രവർത്തിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായില്ലേ. അമ്മയുടെ മാമ ഒരു സന്തോഷം പങ്കിടട്ടെ. ഹബീൽദാർ മാമോ, അയ്യോ ഞങ്ങൾ UPയിലോട്ടൊക്കെ പോകണം, പ്രാർത്ഥിക്കണേ. അമ്മോ മാമ ഒരു സന്തോഷം പങ്കിടട്ടെ. അമ്മ എന്താ നിനക്ക് പ്രാന്തണം കളിക്കുന്ന കളിക്കുന്ന നേരെ പോ. നിനക്ക് കൊല്ലോളയെന്ന് നേരിട്ട് വേണ തോന്നിയാസം കാണിക്കണേ. നിന്റെ വീട്ടിൽ വന്ന ഇഷ്ടം ഞാൻ പറയണം, അല്ലാതെ ചവിട്ടി കൊല്ലല്ലോ വേണ്ട ആളുകളെ. അമ്മ എന്തോന്ന് കണ്ടായത് കണ്ട ഒരു നല്ല വാക്ക് പറയാനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോ എന്നെ ചവിട്ടി തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയവൻ. പിന്നെ അവനെല്ലാം പണ്ട് വരുന്ന ആ തലവേദന വീണ്ടും തലവേദന അല്ല, ഇവന് പ്രാന്താണ്. പ്രാന്ത് മുഴുത്ത പ്രാന്ത് എവിടെയെങ്കിലും കൊണ്ടിടാമ. അല്ലെങ്കിൽ അവൻ വിചാരിക്കണം അവന്റെ പെങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്ന ഒരാളാണെന്ന്. ആ വിചാരമില്ല അവന്. ഓ നീ അങ്ങ് ഉണ്ടാക്കണ്ട, കൊടാടുന്നു വെച്ചിട്ടുണ്ട് കേട്ടാ. ക്ലീറ്റോ ചേട്ടാ ഒന്നും വിചാരിക്കല്ലേ, മുണ്ട് ഞാൻ കഴുകിത്തരാം. അതില്ലെങ്കിൽ നീ തന്നെ കഴിയണം, ഞാൻ തക്കളിയിലെ കൊടുത്തുള്ളൂ. അങ്ങനെ പറയണ്ടായിരുന്നല്ലേ അമ്മേ? എങ്ങനെ മുണ്ട് കഴുകിത്തരാന്ന്? ഞാൻ വെറുതെ ഒരു ഭംഗി വാക്ക് പറഞ്ഞതാ. പൊടി Alien versus Alien.